വെൽക്കം ബാക്ക് ഓൾ ഓഫ് യു താഹിമാനാണ്. ഇത് ആന്റിസൈക്കോട്ടിക്സ് വീഡിയോ സീരീസിലെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യ വീഡിയോയിൽ നമ്മൾ സൈക്കോസ് എന്താന്ന് പറഞ്ഞു, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈക്കോസിസ് പറഞ്ഞു, വാട്ട് ആർ ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ സൈക്കോസിസ് പറഞ്ഞു, ദെൻ വേരിയസ് ബ്രെയിൻ പാത്വേസ് ഓഫ് ഡോപ്പമിൻ പറഞ്ഞു, ദെൻ തിയറീസ് ഓർ ഹൈപ്പോത്തസിസ് ഓഫ് സൈക്കോസിസ്, 5T ഹൈപ്പോത്തസിസ്, ഡോപ്പമിൻ ഹൈപ്പോത്തസിസ്, ഗ്ലൂട്ടമേറ്റ് ഓർ NMDA ഹൈപ്പോത്തസിസ് പറഞ്ഞു, ദെൻ അതിനുശേഷം നമ്മൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ്, കോഗ്നിറ്റീവ് സിംറ്റംസ് പറഞ്ഞു. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഈ വീഡിയോ മുതൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് പറയണം. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് പറയുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് വാട്ട് ഇസ് എ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം. ദെൻ ഫൈനലി വി ഹാവ് ടു സേ ദി ജനറൽ യൂസസ് ഓഫ് ആന്റിസൈക്കോട്ടിക്സ്. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് അപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡ്രഗ് ഗ്രൂപ്പ്സ് അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. നമുക്ക് ആദ്യം ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഒന്ന് പറഞ്ഞേക്കാം. DSM-5 പ്രകാരം, 5 ആണ് റണ്ണിങ്, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ. ഇത് പ്രകാരം അറ്റ്ലീസ്റ്റ് 2 or more persistent symptoms ഉണ്ടായിരിക്കണം. ഒന്ന് ഡെലൂഷൻ, ഞാൻ ഈ പറയുന്നതിൽ 2 or more ആണ് ഡെലൂഷൻ. 2 ഹാലൂസിനേഷൻ. 3 ഡിസ്ഓർഗനൈസ്ഡ് സ്പീച്ച്. 4 ഡിസ്ഓർഗനൈസ്ഡ് ബിഹേവിയർ. ആൻഡ് 5 നെഗറ്റീവ് സിംറ്റംസ്. സോ ഇതിൽ ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് 2 or more persistent symptoms of these within a span of 1 month in a 6 months period. ഈ 1 മാസം ഇങ്ങനെയുള്ള ഇതിൽ ഏതെങ്കിലും ഈ 3 എണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും അതിലുണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ 2 or more symptoms ഉണ്ടെങ്കിൽ the patient is diagnostic to have an schizophrenia. സോ ഇതാണ് ഷൈസോഫ്രീനിയയുടെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ആന്റിസൈക്കോട്ടിക്സ് മരുന്നുകളെ നമ്മൾ വിളിക്കുന്ന ചില മറ്റു പേരുകൾ കൂടിയുണ്ട്. ഒന്ന് ന്യൂറോലെപ്റ്റിക്സ് എന്നാണ്. ന്യൂറോലെപ്റ്റിക്സ് പല ബുക്കുകളിലും ഇത് കാണാം. ദെൻ പഴയൊരു പേരാണ് മേജർ ട്രാങ്കുലൈസർ. മേജർ ട്രാൻക്യുലൈസേഴ്സ്. പക്ഷേ ഈ പേര് ഇപ്പം അധികം വിളിക്കുന്നില്ല, പഴയ പേരാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇവയൊന്ന് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആന്റി സൈക്കോട്ടിക് ഡ്രഗ്സിനെ നമുക്ക് മേജർ ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ടും 2 ആക്കി തിരിക്കാം. വൺ ഈസ് കോൾഡ് ആസ് ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ്. അതർ ഈസ് അപ്പോൾ എട്ടിപ്പിക്കൽ ആയിരിക്കും, എട്ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്. ഇനി ഈ ടിപ്പിക്കലിനെ നമുക്ക് ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ സെക്കൻഡ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക് എന്നും വിളിക്കും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് ആണ് ഫസ്റ്റ് ആദ്യകാലം കണ്ടുപിടിക്കപ്പെട്ട മരുന്ന്. അതുകൊണ്ട് സ്വാഭാവികമായി ദീസ് ആർ കോൾഡ് ആസ് ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക്സ് മരുന്നുകൾ. ആൻഡ് ദേ ഓൾ ബ്ലോക്ക്, എല്ലാം ബ്ലോക്ക് ചെയ്യുന്നത് D2 റിസപ്റ്റർ ആണ്. ഡോപ്പമിൻ D2 റിസപ്റ്റർ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന മരുന്നുകളാണ്. സോ ദേ predominantly acts on the D2 receptors of the dopamine. ഡോപ്പമിന് നമുക്കറിയാം D1, D2, D3, D4, D5 അങ്ങനെ 5 എണ്ണം ഉണ്ട്. അതിൽ D1ഉം D5ഉം ഒരു തരമാണെങ്കിൽ D2, D3, D4 വേറൊരു തരമാണ്. സോ ദി സെക്കൻഡ് ഗ്രൂപ്പ് D2 ഇതിലാണ് ഇത് ബ്ലോക്ക് ചെയ്യുന്നത്. സോ ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് all have the same mechanism of action. So their mechanism of action is one and same. They blocks the D2 റിസപ്റ്റേഴ്സ് എന്ന് നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. ആൻഡ് ഇത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റിസൈക്കോട്ടിക് ആക്ഷന് വേണ്ടിയിട്ട്, ബിക്കോസ് D2 റിസപ്റ്റേഴ്സ് ആർ പ്രസന്റ് ഇൻ സോ മെനി ഏരിയാസ് ഇൻ അവർ ബോഡി, ഇൻ അവർ ബ്രെയിൻ. അപ്പോൾ D2 റിസപ്റ്റർ എവിടെയാണ് ബ്ലോക്ക് ചെയ്യുന്നത് വെച്ചാൽ ദേ ബ്ലോക്ക് ദ D2 റിസപ്റ്റർ ഇൻ ദ മീസോലിംബിക് സിസ്റ്റം. സോ D2 റിസപ്റ്റർ എന്ന് മാത്രം എഴുതിയാൽ പോരാ, D2 റിസപ്റ്റേഴ്സ് ദ മീസോലിംബിക് സിസ്റ്റത്തിലുള്ള D2 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്നു എന്ന് എഴുതണം. ഏതായിരുന്നു മീസോലിംബിക് സിസ്റ്റം? മീസോലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ, ദാറ്റ് മീൻസ് ദ മിഡ് ബ്രെയിനിലുള്ള വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ ടു ന്യൂക്ലിയസ് അക്യുംബൻസിലേക്കുള്ള പാത്വേ ആണ് നമ്മൾ മീസോലിംബിക് സിസ്റ്റം. സേ ദേ ബ്ലോക്ക്, അവിടെ ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. സോ ദേ ക്യാൻ ബ്ലോക്സ് ദ പോസിറ്റീവ് സിംറ്റംസ്, സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഷൈസോഫ്രീനിയ. ഇതിനെയാണ് ഇവർ ബ്ലോക്ക് ചെയ്യുക, ഈ ഡ്രഗുകൾ ബ്ലോക്ക് ചെയ്യുക. സോ ദേ ബ്ലോക്ക് ഡെലൂഷൻസ് ബ്ലോക്ക് ചെയ്യും, ദേ വിൽ ബ്ലോക്ക് ദ ഹാലൂസിനേഷൻ ആൻഡ് ദേ ക്യാൻ ബ്ലോക്ക് ദ അഗ്രഷൻ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്യും. ആൻഡ് വെദർ ദേ ഹാവ് എഫക്ട് ഓൺ നെഗറ്റീവ് സിംറ്റംസ്? നോ, ദേ ഹാവ് നോ എഫക്ട് ഇൻ ദ നെഗറ്റീവ് സിംറ്റംസ് ഓഫ് ഷൈസോഫ്രീനിയ. ഷൈസോഫ്രീനിയയുടെ നെഗറ്റീവ് സിംറ്റംസിലൊന്നും ആക്ഷൻ ഇല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു D2 റിസപ്റ്റർ പല സ്ഥലങ്ങളിലുണ്ട്, അതുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്യുമ്പോൾ, ഡോപ്പമിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയുകയാണെങ്കിൽ ദേ ക്യാൻ കോസ് പാർക്കിൻസോണിസം. ഇങ്ങനെയുള്ള മരുന്നുകൾ പാർക്കിൻസോണിസം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ബിക്കോസ് ദേ ക്യാൻ ബ്ലോക്ക് ദ, എവിടെയാണ് പാർക്കിൻസോണിസത്തിന്റെ പാത്വേ ഏതായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്? അത് നൈഗ്രോസ്ട്രാറ്റൽ പാത്വേ ആണ്, ബേസൽ ഗാംഗ്ലിയയിലേക്ക് പോകുന്ന പാത്വേ ആണ്. സോ പാർക്കിൻസോണിസം ലൈക്ക് extrapyramidal symptom. Extrapyramidal symptoms one of the thing is Parkinsonism. Then they can be antiemetic also because they blocks the D2 receptors in the CT set and they can produce
പ്രൊലാക്റ്റിനീമിയ ആവും, കൂടുതലായിട്ട് പ്രൊലാക്റ്റിൻ ഉണ്ടാക്കാനായിട്ട് പറ്റും, ബിക്കോസ് ദേ ഇൻഹിബിറ്റ് ദ ട്യൂബറോ ഇൻഫെന്റിബുലാർ പാത്ത്. സോ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പാത്വേക്ക് പഠിച്ചത്. സോ ഇതാണ് ഈ ഡ്രഗ് ഗ്രൂപ്പുകൾ, ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് ഡ്രഗുകളുടെ പൊതു സവിശേഷത. അപ്പോൾ അടുത്ത ഗ്രൂപ്പ് ടിപ്പിക്കൽ ഓർ സെക്കൻഡ് ജനറേഷൻ എവിടെയാണ് ആക്ട് ചെയ്യുന്നത് ചോദിച്ചാൽ ദേ ആക്ട് ഓൺ 5-HT receptors. So their action is more on the 5-HT receptor, and they can also act on the D2 receptor, but they have good action in the 5-HT2A blockers. So these are 5-HT2A antagonistകളാണ് പ്രധാനം. Then they can block also D2. So 5-HT2A block ചെയ്യുമ്പോൾ they have more action in the ഏത് പാത്വേയിലായിരുന്നു, മീസോകോർട്ടിക്കൽ പാത്വേയിലാണ് കൂടുതൽ ആക്ഷൻ. മീസോകോർട്ടിക്കൽ pathway, cortical, and this is acting on the mesolimbic pathway lana. Plus because of their action on D2 they can act on the mesolimbic pathway also. So adonde because they can act on the mesocortical pathway, they can reduce the negative symptoms കുറയ്ക്കാൻ പറ്റും. നെഗറ്റീവ് സിംറ്റംസ് ഓഫ് schizophrenia നമ്മൾ പറഞ്ഞത് ഡിക്രീസ് ഇമോഷണൽ ഫ്ലാറ്റനിങ്, അഫക്റ്റീവ് ബ്ലണ്ടിങ്, ദെൻ അലോഗിയ, അപ്പതി, അൺഹെഡോണിയ, അംനേഷ്യ. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് നെഗറ്റീവ് സിംറ്റംസിനെ എല്ലാം കുറയ്ക്കാനായിട്ട് പറ്റും. അറ്റ് ദ സെയിം ടൈം ബിക്കോസ് ഓഫ് ദർ ആക്ഷൻ ഓൺ ദ D2 they can reduce the positive symptoms also. ഓക്കെ, ഈ പറഞ്ഞ ഞാനൊരു ബേസിക് ഫ്രെയിം വർക്ക് ആണ് എല്ലാ മരുന്നുകളെ പറ്റി പറഞ്ഞത്. ഓക്കെ, ദർ വിൽ ബി ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ D2 ബ്ലോക്ക് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ D2 ആഗോണിസ്റ്റുകളായിരിക്കും, ചിലപ്പോൾ 5-HT2A ആക്ട് ചെയ്യുക. ഇറ്റ്സ് എ ജനറൽ ഫാക്ട് ആണ് ഞാൻ ഈ പറഞ്ഞത്, ബട്ട് നോട്ട് എ റൂൾ. ഓക്കെ, സോ ടിപ്പിക്കൽ ദേ ആർ D2 blockers and atypical they are 5-HT2A antagonist plus D2 action. നമുക്ക് ആദ്യം ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് ഓർ ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ടിപ്പിക്കൽ തന്നെ വിവിധ വിഭാഗം മരുന്നുകളുണ്ട്, വിവിധ തരം സ്വഭാവങ്ങളുള്ള മരുന്നുകളുണ്ട്. നമുക്കിതിനെ രണ്ട് വ്യത്യസ്ത രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, അവയുടെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. രണ്ട്, അവയുടെ പൊട്ടൻസി വെച്ചിട്ട്. സ്ട്രക്ചർ എന്ന് വെച്ചാൽ പ്യുവർ കെമിക്കൽ സ്ട്രക്ചർ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പൊട്ടൻസി മീൻസ് ഇക്വലന്റ് ഡോസ് അനുസരിച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് ആദ്യം കെമിക്കൽ സ്ട്രക്ചർ വെച്ചിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്തതിന് ശേഷം ഈ ഓരോ കെമിക്കൽ ഗ്രൂപ്പിന്റെയും പൊട്ടൻസി വെച്ചിട്ട് തരംതിരിക്കാം. അപ്പോൾ അതായിരിക്കും കമ്പാരിറ്റീവ്ലി ഈസി മെത്തേഡ്. സോ സ്ട്രക്ചറിൽ 4 തരമാണുള്ളത്. വൺ ഈസ് ഫിനോതയാസിൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഫിനോതയാസിൻ നമുക്കറിയാവുന്നത് 3 റിങ്ങുള്ള ഒരു സ്ട്രക്ചറാണ്, ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ആണ്. തയ means there is sulfur there, azine means there is nitrogen, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. ഓക്കെ, സോ വൺ ഈസ് ഫിനോതയാസിൻ ആൻഡ് സെക്കൻഡ് ഈസ് തയോക്സാന്തീൻസ് തയോസാന്തീൻസ് ഉണ്ട്, തയോതിക്സിൻസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് തയോസാന്തീൻസ് എഴുതാം. മൂന്നാമത്തത് തേർഡ് ഗ്രൂപ്പ് ഈസ് ബ്യൂട്ടൈറോഫിനോൺസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്, ഫിനോൺസ്. ആൻഡ് നാലാമത്തെ നമ്മളെപ്പോഴും പറയാം മിസലേനിയസ്നോ അതേഴ്സ്നോ എന്ത് വേണമെങ്കിലും എഴുതാം. സോ ഇങ്ങനെ നമുക്ക് 4 കെമിക്കൽ ഗ്രൂപ്പുകളായിട്ട് നമുക്ക് ഈ മരുന്നുകളെ ക്ലാസിഫൈ ചെയ്യാം. ഫിനോതയാസിൻസ് തന്നെ വീണ്ടും കെമിക്കലാണ് നമ്മൾ പറയുന്നത്, അതുകൊണ്ട് തന്നെ വീണ്ടും പല തരമുണ്ട്. വൺ എ എന്ന് എഴുതാം, അലിഫാറ്റിക് ഈ സൈഡ് ചെയിൻ വെച്ചിട്ടാണ് നമ്മൾ മിക്കവാറും പറയാം. അലിഫാറ്റിക്കിൽ ഏറ്റവും പ്രധാനം ക്ലോർപ്രോമാസിൻ ആണ്, ക്ലോർപ്രോമാസിൻ. ആൻഡ് വൺ ഈസ് ട്രൈഫ്ലൂപ്രോമാസിൻ. ഞാൻ ട്രൈഫ്ലൂ മാത്രം എഴുതാം, പ്രൊമാസിൻ ഇവിടെ കിടപ്പുണ്ട്. ദെൻ രണ്ടാമത്തെ അല്ലെങ്കിൽ ബി ഈസ് പിപ്പെരിഡിൻ ഗ്രൂപ്പ് ഉള്ളത്. പിപ്പെരിഡിൻ എക്സാമ്പിൾ തയോറിഡാസിൻ ആണ്. ദെൻ തയോയ്ക്ക് പകരം നമുക്ക് മിസോ എഴുതാം, മിസോറിഡാസിൻ. ദെൻ സി മൂന്നാമത്തത് നമുക്ക് പിപ്പരാസിൻ സൈഡ് ചെയിൻ ഉള്ളത് എഴുതാം, പിപ്പരാസിൻ ഗ്രൂപ്പ് ഉള്ളത്. എക്സാമ്പിൾ ഫ്ലൂഫെനാസിൻ ഉണ്ട്. ദെൻ ഫ്ലൂക്ക് പകരം പെർ എഴുതാം, പെർഫെനാസിൻ. ദെൻ ട്രൈഫ്ലൂവോ ഉണ്ട്, ട്രൈഫ്ലൂവോഫെറാസിൻ. അത് ഫെനാസിൻ അല്ല, പെരാസിൻ ആണ്, ട്രൈഫ്ലൂപെറാസിൻ. ദെൻ ഒരെണ്ണം കൂടി നമുക്ക് എഴുതാം, പ്രോക്ലോർപെറാസിൻ എന്ന് പറയുന്ന മരുന്ന് കൂടി ഉണ്ട്. അത് വേറെ യൂസ് ആണ് പ്രധാനമായിട്ടും. ആൻഡ് ഇവയിലെ ഈ
പിപ്പരാസിൻ ഇതൊഴിച്ച് ബാക്കി എല്ലാ ഗ്രൂപ്പും ദീസ് ഓൾ ആർ ലോ പൊട്ടന്റ് ഡ്രഗുകളാണ്. ലോ പൊട്ടൻസി ഡ്രഗുകളാണ്. ലോ പൊട്ടൻസി മീൻസ് ഇവിടെ ഡോസേജ് കൂടുതലായിരിക്കും വേണ്ടത്. ഉദാഹരണത്തിന് ക്ലോർപ്രമാസിന് 1200 മില്ലിഗ്രാം വരെയൊക്കെ വേണ്ടി വരും. തയോറിഡാസിന് 1000 or 900 അങ്ങനെയൊക്കെയുള്ള മില്ലിഗ്രാം തോതിൽ നോക്കുകയാണെങ്കിൽ they need a lot of doses. രണ്ടാമത്തത് സ്ഥലം മാറി തയോസാന്തീൻസ് ആണ്. തയോസാന്തീൻസ് പ്രധാനപ്പെട്ട മരുന്നുകൾ ഫ്ലൂപെൻ, then തിക്സോൾ. ഇനി സു എഴുതുക, സുക്ലോ പെൻ എഴുതുക, സുക്ലോ പെൻ തിക്സോൾ ആണ്. ദെൻ പിന്നെ പറഞ്ഞുള്ളത് ക്ലോർപ്രോതിക്സീൻ ആണ്. തിക്സീൻ ഇത് തയോതിക്സീൻ വിഭാഗത്തിൽ വരുന്നതാണ്. ഗ്രൂപ്പിൽ നമുക്ക് അങ്ങ് പഠിത്തേക്കാം. സോ ഈ ഗ്രൂപ്പ് ദിസ് തയോതിക്സീൻ വിഭാഗത്തിൽ വരുന്നതിനെ നമുക്ക് ഹൈ പൊട്ടൻസി വിഭാഗത്തിൽ പെടുത്താം. എല്ലാം ഒന്നും ഉണ്ടാവണമെന്നില്ല, എങ്കിലും വി ക്യാൻ ആഡ് ദിസ് ഇൻ ദ ഹൈ പൊട്ടൻസി ആൻഡ് ദിസ് ഈസ് ലോ പൊട്ടൻസി ആൻഡ് ഇദ്ദേഹം പറയാൻ മറന്നു ദിസ് ഈസ് ഹൈ പൊട്ടൻസിയിൽ പെടുത്താം. ഹൈ പൊട്ടൻസി മരുന്നാണ്, ഇത് ലോ പൊട്ടൻസി ആണ്. ദിസ് ഈസ് ഓൾസോ ഹൈ പൊട്ടൻസി മരുന്നുകളാണ്. മൂന്നാമത്തെ ഗ്രൂപ്പ് ബ്യൂട്ടൈറോഫിനോൺസ് ആണ്. വെരി ഇമ്പോർട്ടന്റ് ഡ്രഗ് ഗ്രൂപ്പ്സ് ആണ്. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ കേട്ടിട്ടുണ്ടാവുക ഹാലോപെരിഡോൾ ആയിരിക്കും. ഹാലോപെരിഡോൾ എന്ന് പറയുന്ന മരുന്നാണ്. ദെൻ പെൻഫ്ലൂറിഡോൾ എന്ന് പറയുന്ന മരുന്നുണ്ട്. പെൻഫ്ലൂറിഡോൾ ലോങ് ആക്ടിംഗ് ആണ്. ദെൻ ബെൻപെരിഡോൾ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ അതിനേക്കാൾ ഷോർട്ട് ആക്ടിംഗ് ദിസ് ഈസ് ഡ്രോപെരിഡോൾ ഈസ് ഷോർട്ട് ആക്ടിംഗ്. ദെൻ ഇനി ഒരെണ്ണം കൂടി വേണമെങ്കിൽ ട്രൈഫ്ലൂപെരിഡോൾ. എല്ലാ മരുന്നിന്റെയും പേരൊന്നും ഓർത്തിരിക്കണമെന്നില്ല. വി ഹാവ് ടു നോ ക്ലോർപ്രമാസിൻ ഓർത്തിരിക്കണം, തയോറിഡാസിൻ ഓർത്തിരിക്കണം. ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം ഫ്ലൂഫെനാസിനോ എല്ലാം ഓർത്തിരിക്കുക. പ്രോക്ലോർപരാസിൻ നമ്മൾ മറ്റ് സ്ഥലത്ത് എവിടെയെങ്കിലും ആയിരിക്കും പഠിക്കുക. ഇതിൽ നിന്ന് നമുക്ക് ഫ്ലൂപ്പൻ തിക്സോൾ ഒന്ന് ഓർത്തിരിക്കാം. ദെൻ ഇവിടെ ഹാലോപെരിഡോൾ ആൻഡ് ഡ്രോപെരിഡോൾ ഒന്ന് ഓർത്തിരിക്കാം. ആൻഡ് ദീസ് ഓൾ ബ്യൂട്ടാറോഫിനോൺസ് എല്ലാം തന്നെ ഹൈ പൊട്ടന്റ് ആണ്. ബ്യൂട്ടാറോഫിനോൺസ് ആണ് സത്യത്തിൽ ഹൈലി പൊട്ടന്റ് മരുന്നുകൾ ഓർ ഹൈ പൊട്ടന്റ് മരുന്നുകൾ എന്ന് നമ്മൾ പറയുന്നത് ഇവയാണ്. ഇനി നാലാമത്തെ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞത് അതേഴ്സ് ഓർ മിസലേനിയസ്. ആ മരുന്നുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിമോസൈഡ് ഉണ്ട്, ദെൻ മോളിൻഡോൺ എന്ന് പറയുന്ന മോളിൻഡോൺ ഉണ്ട്. Then another one is loxapine. ആൻഡ് ഇതും ആക്ച്വലി ചിലതെല്ലാം മീഡിയം പൊട്ടൻസി ആണ്, പക്ഷെ ചിലതെല്ലാം ഹൈലി പൊട്ടൻസി ആണ്. എങ്കിൽ നമുക്ക് ഹൈ പൊട്ടന്റ് മരുന്നുകളിൽ നമുക്ക് പെടുത്താം. ആക്ച്വലി ഇതൊരു മീഡിയം പൊട്ടൻസി മരുന്നുകളാണ്. ഞാൻ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നില്ല. ഹൈ പൊട്ടന്റ് ആൻഡ് ലോ പൊട്ടന്റ് മാത്രമാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവയെ ഹൈ പൊട്ടന്റ് മരുന്നുകളിൽ നമുക്ക് പെടുത്താം. ഓക്കെ, സോ ലോ പൊട്ടന്റ് പ്രധാനമായിട്ടും ഇതാണ് അലിഫാറ്റിക്, ക്ലോർപ്രമാസിൻ ആൻഡ് ദിസ് തയോറിഡാസിൻ ഗ്രൂപ്പ് ആണ്. ബാക്കിയെല്ലാം നമുക്ക് ഹൈ പൊട്ടന്റ് ഗ്രൂപ്പിൽ പെടുത്താം. ഇതിന് വേണമെങ്കിൽ ഇന്റർമീഡിയറ്റ് പൊട്ടന്റ് എന്ന് പറയാം. ഇതിൽ ചിലതെങ്കിലും ഇന്റർമീഡിയറ്റ് പൊട്ടന്റ് ആണ്. സോ ഇതെല്ലാമാണ് ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ്. ഇനി നമുക്ക് സെക്കൻഡ് ജനറേഷൻ ഓർ എ ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ സോ ഇവയെല്ലാം പുതിയ മരുന്നുകളാണ്. പുതിയ മരുന്നുകളെല്ലാം ഇവ ഈ ഗ്രൂപ്പിലായതുകൊണ്ടാണ് സെക്കൻഡ് ജനറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. തന്നെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് മെഡിസിൻ, ധാരാളം പുതിയ മരുന്നുകളുണ്ട്. അപ്പൊ അതുകളുടെ പേരുകൾ പഠിക്കാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഒരു മെത്തഡാണ് പൈൻസ്, എല്ലാം പൈനിൽ അവസാനിക്കുന്നത്. ദെൻ പ്രസോൾസിൽ അവസാനിക്കുന്ന മരുന്നുണ്ട്. ദെൻ റൈറ്റ്സ്, ദെൻ ഡോൺസ്, ദെൻ അതേഴ്സ്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ആ എളുപ്പത്തിൽ ആ മരുന്നുകൾ എല്ലാം അങ്ങനെ പഠിക്കാം. ദെൻ ഓൾസോ സെറിൻസ് ആർ ദർ, സെറിൻസ് എന്ന് പറയുന്ന മരുന്നുകൾ. സോ അതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് മരുന്നിന്റെ മെക്കാനിസം വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യലാണ്. മെക്കാനിസം വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ക്ലാസിഫൈ ചെയ്യാം. സോ ആദ്യത്തെ ഗ്രൂപ്പ് നമുക്ക് പറയാനുള്ളത് 5-HT2A antagonist പ്ലസ് D2 ബ്ലോക്കർ. D2നെയും 5-HT2നെയും തടയുന്ന മരുന്നുകൾ. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് സെക്കൻഡ് ജനറേഷന്റെ സെയിം. വാട്ട് ആർ സെക്കൻഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് 5-HT2 antagonist ആൻഡ് D2 ബ്ലോക്കേഴ്സ്. സോ പ്രധാനപ്പെട്ട മരുന്നുകൾ വൺ ഈസ് ക്ലോസാപ്പിൻ ഒരു മരുന്നാണ്. ഒലാൻസാപ്പിൻ അതും അതാണ്. ദെൻ ക്വിറ്റിയാപ്പിൻ ഞാൻ ചിലപ്പോഴെങ്കിലും ക്വയറ്റാപ്പിൻ എന്ന് പറഞ്ഞു പോകും. ദെൻ അനദർ ഡ്രഗ് ഈസ് അസിനാപ്പിൻ ഉണ്ട്. ദെൻ സോട്ടിപ്പിൻ, എല്ലാം പിൻസ് ആണ്. ഇനിയുള്ളത് ഡോൺസ് ആണ്. എല്ലാം തന്നെ ഡോൺസ്. റെസ്പിരിഡോൺ എന്ന് പറയുന്ന മരുന്നുണ്ട്. അതിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് ഇലോപെരിഡോൺ എന്ന് പറയുന്നത്. ദെൻ പാലിപെരിഡോൺ ഉണ്ട്, ദെൻ ഡോണിലാണ് അവസാനിക്കുന്നത്, പെരിഡോണിലല്ല അവസാനിക്കുന്നത്. ദെൻ അനദർ വൺ ഈസ് ലുറാസിഡോൺ, അങ്ങനെയുള്ള ഒരു മരുന്നുണ്ട്. പിന്നെ ഒരു സെട്രാലിൻ പോലുള്ള മരുന്നുണ്ട്. ദെൻ ബ്ലോമാൻസെറിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. സോ ഇതെല്ലാം 5-HT2A antagonist ആൻഡ് D2 ബ്ലോക്കർ ആണെന്ന് ഞാൻ
പറയും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ മാറ്റി പറഞ്ഞു തന്നിരിക്കും ക്ലോസപ്പിൻ ഡസിൻ ബ്ലോക്ക് എന്നൊക്കെ ഞാൻ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും. ഓക്കെ, സോ ബിക്കോസ് ദേ ക്യാൻ ബ്ലോക്ക് ദ D2 റിസപ്റ്റർ. പല മരുന്നുകൾക്കും നമ്മൾ പറഞ്ഞ പ്രൊലാക്റ്റിൻ കൂട്ടൽ, ഇൻക്രീസ് ഇൻ പ്രൊലാക്റ്റിനീമിയ, അങ്ങനെയുള്ള പ്രശ്നം, ദെൻ ഇൻക്രീസ്ഡ് EPS ഉണ്ടാക്കാം. പക്ഷെ ചിലതിന് ഈ പ്രശ്നങ്ങൾ ഒട്ടുമില്ല. ഇപ്പോൾ ക്ലോസപ്പിനാണെങ്കിൽ ഈ പ്രശ്നം ഇല്ല. ഇതാണ് ഒന്നാമത്തെ ഗ്രൂപ്പ്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് നമുക്ക് പറയാവുന്നത് D2 and D3 ആന്റഗോണിസ്റ്റ്. ഇവിടെയും ആന്റഗോണിസ്റ്റ് തന്നെയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എഴുതിയ ആന്റഗോണിസ്റ്റ് എന്നാണ്. ഉദാഹരണം സൾപിറൈഡ്, ദെൻ അമി സൾപിറൈഡ്, ദെൻ ലീവോ എന്ന് എഴുതുക, സൾപിറൈഡ്. സോ സൾപിറൈഡ് പോലെയുള്ള മരുന്നുകളാണ്. സോ ഈ മരുന്നുകളെല്ലാം തന്നെ പ്രോകൈനറ്റിക് മരുന്നുകളാണ്. പ്രോകൈനറ്റിക് മരുന്നുകൾ GI ട്രാക്റ്റിൽ നമ്മൾ GRD അല്ലെ, അതിനും ദെൻ വി ക്യാൻ ഓൾസോ യൂസ് എസ് IBS, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്കായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഇത് ആന്റഗോണിസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക, ആന്റഗോണിസ്റ്റ് എന്നുള്ള വാക്കല്ല ഞാൻ ഉപയോഗിക്കുക. മൂന്നാമത്തത് നമ്മൾ ഉപയോഗിക്കുന്നത് D2 and D3 പാർഷ്യൽ അഗോണിസ്റ്റ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. പാർഷ്യൽ അഗോണിസ്റ്റ് 3 മരുന്നുകളാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് അരിപിപ്രസോൾ എന്ന് പറയുന്ന മരുന്നാണ്. ദെൻ പിന്നെ ഉള്ളത് ബ്രെക്സിപിപ്രാസോൾ. ബ്രെക്സിയുടെ ഒക്കെ കുറച്ച് ആക്ഷൻ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ പിപ്രാസോൾ ഗ്രൂപ്പിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ വേറൊരു മരുന്നാണ് കാരിപ്രസീൻ എന്ന് പറയുന്ന മരുന്ന്. ഇവയ്ക്കൊന്നും തന്നെ ഈ പ്രശ്നങ്ങളില്ല. പ്രോലാക്റ്റിൻ ഉണ്ടാക്കുന്ന പ്രശ്നമില്ല, EPA ഈ പ്രശ്നം ഇല്ലാത്തൊരു മരുന്നാണ്. ബിക്കോസ് ദീസ് ആർ പാർഷ്യൽ അഗോണിസ്റ്റ്. ഇനിയുള്ളത് നാലാമത്തെ ഒരു ഗ്രൂപ്പ് 5-HT2A തന്നെയാണ്. ഇൻവേഴ്സ് അഗോണിസ്റ്റ് ആണ്. പ്രധാന പേര് പിമാവാൻസെറിൻ എന്നാണ്. ദെൻ ഇതേപോലുള്ള ഒരു മരുന്നാണ് ബ്ലോമാൻസെറിൻ. ഇതിന്റെ മെക്കാനിസം ഒക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും ഞാൻ എഴുതി. ബട്ട് ദീസ് ഹാവ് നോ D2 ബ്ലോക്കിംഗ് ആക്ഷൻ ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇവയെല്ലാമാണ് SGA ഓർ സെക്കൻഡ് ജനറേഷൻ ഓർ എറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക് മരുന്നുകൾ. സോ നമ്മൾ ഇത്രയും മരുന്നുകൾ പറഞ്ഞു. ഇനിയിപ്പോൾ രോഗി വരികയാണ്, ഒരു അക്യൂട്ട് കേസ് ഒന്നും അല്ല, സാധാരണ കേസാണെന്ന് വിചാരിക്കുക. ഏത് മരുന്ന് കൊടുക്കും? വിച്ച് ആന്റിസൈക്കോട്ടിക്സ് യു വിൽ സ്റ്റാർട്ട് വിത്ത്? തെറാപ്പിയിൽ ഏത് കൊടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് സെക്കൻഡ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക് ആയിരിക്കും നമ്മൾ ആ രോഗിക്ക് കൊടുക്കുക. അരിപിപ്രസോളോ അരിപ്രാസോൾ സ്റ്റാർട്ട് ചെയ്യാം, ഓർ റെസ്പിറഡോൺ കൊടുക്കാം, ഓർ സിപ്രാസിഡോൺ. സോ ഇനി സെക്കൻഡ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക്. സോ ദർ ഇസ് ആൻ എക്സെപ്ഷൻ, എക്സെപ്റ്റ് ക്ലോസാപ്പിൻ നമ്മൾ കൊടുക്കില്ല. എക്സെപ്റ്റ് ക്ലോസാപ്പിൻ ഈസ് നോട്ട് ഗിവൺ. ഈ മരുന്നുകൾ നമ്മൾ കൊടുക്കും. എത്ര നാൾ കൊടുക്കും? വി വിൽ ഗിവ് ഫോർ 4 weeks, 4 ആഴ്ചത്തേക്ക് കൊടുക്കും. 4 ആഴ്ച എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടെങ്കിലോ, ഇഫ് യു ആർ ഗെറ്റിംഗ് സം റെസ്പോൺസ് വി വിൽ ഇൻക്രീസ് ദ ഡോസ് കൂടുതലാകും. ഇഫ് റെസ്പോൺസ് ഇല്ലെങ്കിലോ, വി ഡോണ്ട് ഹാവ് എനി റെസ്പോൺസ്, വി വിൽ ചേഞ്ച് ദ ഡ്രഗ്, മരുന്ന് മാറ്റുകയോ ആഡ് അനദർ ആന്റിസൈക്കോട്ടിക് ആഡ് ചെയ്യുകയോ ചെയ്യും. ദെൻ ഓൾസോ വി വിൽ ഗോ ഫോർ 4 weeks, 4 ആഴ്ച വീണ്ടും നോക്കും. 4 ആഴ്ച കഴിഞ്ഞിട്ട് എഫക്ട് ഇല്ല, ഇഫ് നോ റെസ്പോൺസ് ഇല്ലെങ്കിൽ വാട്ട് വിൽ ഡു, വി വിൽ ഗിവ് ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക് ഓർ ടിപ്പിക്കൽ. വി വിൽ ഗിവ് ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്. ഇത് കൊടുത്തു വീണ്ടും 4 weeks നോക്കുക. 4 weeks കഴിഞ്ഞിട്ട് എഫക്ട് ഇല്ലെങ്കിൽ നമ്മുടെ വജ്രായുധം പുറത്തെടുക്കുക. വി വിൽ ഗോ ഫോർ ക്ലോസാപ്പിൻ എന്ന് പറയുന്ന മരുന്ന്. സോ ദിസ് ക്ലോസാപ്പിൻ ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് റെസിസ്റ്റന്റ് ഷൈസോഫ്രീനിയയിൽ ഉപയോഗിക്കുന്ന മരുന്നാണ്. വി ആർ നോട്ട് ഗിവിംഗ് ദിസ് ഇനീഷ്യലി, തുടക്കത്തിലോ അവസാനമായിട്ടോ ഒന്നും അല്ല കൊടുക്കുക. റെസിസ്റ്റന്റ് കേസിൽ മാത്രമായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. ആന്റി സൂയിസൈഡൽ ആന്റിസൈക്കോട്ടിക് ഒരുപാട് ഗുണങ്ങളുള്ള മരുന്നാണ്. പക്ഷെ അതനുസരിച്ച് ചില പ്രശ്നങ്ങൾ കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മളിത് റിസർവ് ഡ്രഗ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഈ അവസ്ഥയിൽ അല്ലാതെ ക്ലോസപ്പിൻ കൊടുക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞു, കൊടുക്കാൻ പാടില്ല. ഇനി ഗർഭിണികളാണ്. സോ സപ്പോസ് ദ പേഷ്യന്റ് ഈസ് എ പ്രഗ്നന്റ് ഫീമെയിൽ, ഏത് മരുന്നാണ് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഗോ ഫോർ സെക്കൻഡ് ജനറേഷൻ. ഇത് കൊടുക്കാവുന്നതാണ്. ഇവയ്ക്കൊന്നും തന്നെ ടെറാറ്റോജെനിസിറ്റി ഒന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ബട്ട് എങ്കിലും വി ഗോ ഫോർ ഹാലോപെരിഡോൾ എന്ന് പറയുന്ന മരുന്നായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. വൈ ഹാലോപെരിഡോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉണ്ട്, മോർ ദാൻ സോ മെനി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഓഫ് യൂസിങ് ഹാലോപെരിഡോൾ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ഉപയോഗ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇത് നമുക്കറിയില്ല. ദീസ് ഓൾ ആർ ന്യൂവർ ഡ്രഗ്സ്. ഇത് ഇപ്പോൾ തൽക്കാലം ടെറാറ്റോജെനിസിറ്റി ഒന്നും കാണുന്നുണ്ടാവില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അപ്പൊ അതുകൊണ്ട് വി വിൽ ഗോ ഫോർ ഹാലോപെരിഡോൾ. ഇനി നമുക്ക് പറയേണ്ടത് ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സിന്റെ ജനറൽ യൂസ്. എല്ലാ മരുന്നുകളുടെയും ജനറൽ യൂസ് എന്ന് പറയാം. വൺ, ദേ ആർ യൂസ് ആസ് ആന്റിസൈക്കോട്ടിക്. അത് ആന്റിസൈക്കോട്ടിക് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. എല്ലാ മരുന്നും ആന്റിസൈക്കോട്ടിക്സ് ഉപയോഗങ്ങളുണ്ട്, ചില മരുന്നുകൾക്ക് ഇല്ല. അത് ഞാൻ പറയാം. ദേ ക്യാൻ യൂസ് ഫോർ ഷിസോഫ്രീനിയയിൽ ഉപയോഗിക്കാം. 2,
they can be used in acute mania. Acute mania കേസിൽ നമ്മൾ ഉപയോഗിക്കും എല്ലാ ടിപ്പിക്കൽ റൈറ്റ്, ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് ആയിരിക്കും ഉപയോഗിക്കുക. ആൻഡ് എസ്പെഷ്യലി ഹാലോപെരിഡോൾ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കാൻ പോകുക. വിൽ ഗോ ഫോർ അക്യൂട്ട് മാനിയ ആണെങ്കിൽ. Then if there is bipolar disorders ഉണ്ടെങ്കിൽ എറ്റിപ്പിക്കലിലെ ചില മരുന്നുകളായിരിക്കും നമ്മൾ കൊടുക്കുക. എറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക് ഡ്രഗുകളായിരിക്കും നമ്മൾ കൊടുക്കുക. Then 4 ഡിപ്രഷന് ചില മരുന്നുകൾ നമുക്ക് കൊടുക്കാം. ലൈക്ക് കുറ്റ്യാപ്പിൻ പോലുള്ള ചില മരുന്നുകളുണ്ട്. നമുക്ക് വി വിൽ എക്സ്പ്ലെയിൻ. ഓരോ ഇൻഡിവിജ്വൽ മരുന്നുകൾ പറയുമ്പോഴത്തേക്കും നമുക്ക് പറയാം. എങ്കിലും വി ക്യാൻ യൂസ് സം ഓഫ് ദ ആന്റിസൈക്കോട്ടിക്സ് ഫോർ ഡിപ്രഷൻ ഉപയോഗിക്കാം. ആൻഡ് വി ക്യാൻ യൂസ് ദിസ് ഫോർ ആസ് ആന്റി എമറ്റിക് ആയിട്ട് ഉപയോഗിക്കാം. ഷർദിലിനെതിരെ പ്രോക്ലോർപെറാസിൻ ഉപയോഗിക്കാം. അത് ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അല്ലാതെ നമുക്ക് ക്ലോർപ്രോമാസിനോ ഹലോപെരിഡോളോ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇനി ബാക്കിയും ഒരുപാട് യൂസസ് ഉണ്ട്. സോ ദാറ്റ് വി വിൽ ഡിസ്കസ് വെൻ ഓരോ മരുന്നിനെയും ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. സോ ടെമ്പർ നമുക്ക് ഇവിടെ നിർത്താം. ഓൾമോസ്റ്റ് സം 20 മിനിറ്റ്സിനൊക്കെ അറൗണ്ട് കഴിഞ്ഞിട്ടുണ്ടാകും. സോ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ മരുന്നുകളുടെ സവിശേഷതകൾ, യൂസസ് ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ്ലി ദർ അഡ്വേഴ്സ് എഫക്ട്സ് പ്രത്യേകം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.